ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യത്തെയാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യം പലപ്പോഴും വഴിമാറി സഞ്ചരിക്കുന്നത് അശുദ്ധിയിലേക്കും അധാർമികതയിലേക്കുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ വിശുദ്ധി എന്ന വാക്കിനെ ഒരു പഴയകാല ചിന്താഗതിയോ അല്ലെങ്കിൽ അനാവശ്യമായ കാർക്കശ്യമായോ കാണുന്നത്. മാതാപിതാക്കൾ പോലും തങ്ങളുടെ മക്കളുടെ വസ്ത്രധാരണത്തിലോ സുഹൃത്ത് ബന്ധങ്ങളിലോ സോഷ്യൽ മീഡിയ ഇടപെടലുകളിലോ പുലർത്തേണ്ട ആത്മീയമായ ജാഗ്രതയെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കുന്നു. എന്നാൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാനും ദൈവകൃപയിൽ വസിക്കുവാനും വിശുദ്ധി അത്യന്താപേക്ഷിതമാണ്. ഈ വിശുദ്ധിയുടെ ഏറ്റവും വലിയ മാതൃക നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. എന്തുകൊണ്ടാണ് നാം മറിയത്തെ അമലോത്ഭവ എന്ന് നിത്യകന്യക എന്നും വിളിക്കുന്നത്? അത് കേവലം ഒരു പദവിയല്ല, മറിച്ച് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ അടയാളമാണ്. ഗബ്രിയേൽ ദൂതൻ അരികിൽ വന്നപ്പോൾ മറിയം ഭയപ്പെട്ടത് തന്റെ വിശുദ്ധിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്കയാലാണ്. ദൈവഹിതത്തിന് മുമ്പിൽ അവൾ തന്നെ സമർപ്പിച്ചത് പൂർണ്ണമായ ഹൃദയശുദ്ധിയോടെയാണ്. മറിയം തന്റെ ശരീരത്തിനെ ദൈവപുത്രന് വസിക്കുവാനുള്ള ഒരു സക്കരാരിയായി സൂക്ഷിച്ചു. ഇന്നത്തെ യുവതലമുറ മറന്നുപോകുന്ന സത്യം ഇതാണ്: നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. അത് മലിനമാക്കപ്പെടുവാനുള്ളതല്ല, മറിച്ച് ആദരിക്കപ്പെടേണ്ടതാണ്. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും അശുദ്ധമായ ചിന്തകളെ അതിവേഗം കുത്തിവെക്കുന്നു. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന ചിന്ത പാപബോധത്തെ ഇല്ലാതാക്കുന്നു. മക്കൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴോ വസ്ത്രധാരണത്തിൽ മാന്യത പുലർത്താതിരിക്കുമ്പോഴോ അത് തിരുത്തുവാൻ മാതാപിതാക്കൾ മടിക്കുന്നു. മറിയത്തെ വളർത്തിയ അന്നായി യോവാവിക്കും അവളെ ദേവാലയത്തിൽ സമർപ്പിച്ചാണ് വളർത്തിയത്. മക്കളെ ഭൗതിക വിജയങ്ങൾക്കൊപ്പം ആത്മീയ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കൂട്ടുകെട്ടുകൾ വിശുദ്ധിയുടെ തിരുനാളത്തെ അണച്ചു കളയുന്നു. മറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറമാണ് ഉണ്ടായത്. നമ്മുടെ സൗഹൃദങ്ങൾ ആത്മീയ ഉണർവ് നൽകുന്നവയാകണം. വിശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് കരുതി ആരും നിരാശപ്പെടേണ്ടതില്ല. അമ്മയുടെ മധ്യസ്ഥം വഴി അത് വീണ്ടെടുക്കാം. കുമ്പസാരമെന്ന കഴുകൽ, പാപക്കറകൾ കഴുകിക്കളയുവാൻ കുമ്പസാരമെന്ന കൂദാശയെ സ്നേഹിക്കുക. ജപമാല എന്ന കവചം, ജപമാല ചൊല്ലുന്ന ഒരു യുവാവിനെയോ യുവതിയെയോ അശുദ്ധിയുടെ പിശാചിന് എളുപ്പത്തിൽ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. ഓരോ നന്മ നിറഞ്ഞ മറിയമേയും ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. ഉത്തരീയ ഭക്തി, പരിശുദ്ധ അമ്മയുടെ ഉത്തരീയം ധരിക്കുന്നത് വഴി നാം അമ്മയുടെ സംരക്ഷണത്തിലും വിശുദ്ധിയിലുമാണ് സദാ ഓർമ്മിക്കുക. യുവാക്കളെ, വിശുദ്ധി എന്നത് ഒരു ബന്ധനമല്ല, മറിച്ച് അത് ദൈവത്തിലേക്കുള്ള ചിറകുകളാണ്. ലോകം നൽകുന്ന താൽക്കാലിക സുഖങ്ങളെക്കാൾ വലുതാണ് ദൈവകൃപയിൽ വസിക്കുന്ന സന്തോഷം. മാതാപിതാക്കളെ, യുവാക്കളെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കി നമുക്ക് ഇന്ന് ഒരു തീരുമാനമെടുക്കാം. എൻ്റെ കണ്ണുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ശരീരം എന്നിവ ദൈവത്തിന് പ്രിയമുള്ളതായി ഞാൻ സൂക്ഷിക്കും. നമ്മുടെ കുടുംബങ്ങൾ നസ്രസിലെ കുടുംബം പോലെ വിശുദ്ധിയുടെ പൂങ്കാവനങ്ങളായി മാറട്ടെ. അമലോത്ഭവയായ മാതാവേ, വിശുദ്ധിയുടെ മാതൃകയെ ഇന്നത്തെ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണുപോകാതെ ഞങ്ങളുടെ യുവതലമുറയെ കാത്തുകൊള്ളണമേ. മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ ദൈവഭയത്തിൽ വളർത്തുവാൻ ജ്ഞാനം നൽകണമേ. ആത്മീയവും ശാരീരികവുമായ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.